വാരാഘോഷത്തോടനുബന്ധിച്ച് അടുത്ത മാസം 30-ന് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളേക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്രാ കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം ഫ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. KSEBയും ഫയർഫോഴ്സും ഘോഷയാത്രയ്ക്ക് തടസ്സങ്ങളില്ലാതെ കടന്നുപോകുന്നതിന് വഴിയൊരുക്കണം. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വകുപ്പുകളുടെ സഹകരണവും ഓണം വാരാഘോഷത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഉത്സവ മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടുകൂടി ഡിപ്പാർട്ട്മെന്റുകൾക്ക് 5 ലക്ഷം രൂപ വെച്ച് ചെലവഴിക്കാനുള്ള അനുവാദം ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പൊതുവായൊരു തീമുണ്ട്, അതും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിനെ മുൻകാലങ്ങളെ പോലെ തന്നെ നടത്തുമ്പോൾ പിന്നെ ഒരു പുതുമയില്ല. ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഇതിനെ കുറച്ചും കൂടെ പുതുമ ഉള്ളതാക്കി മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ ആ നിർദ്ദേശവും കൂടെ സ്വീകരിക്കാനാണ് ഇവിടെ ചെയർമാനും ഞങ്ങളും എല്ലാം ഉള്ളത്. കുറച്ചും കൂടി ആകർഷകമാക്കാൻ, ആകർഷകമായിട്ടാണ് നടക്കുന്നത്, കുറച്ചും കൂടി അത് ആകർഷകമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത്